വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ ചിന്തകൾ, പ്രത്യേകിച്ച് ഇന്നൊക്കെ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പറ്റിയുള്ള ചില വിലയിരുത്തലുകളാണ്. പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ദിശ എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം കിട്ടും. ദൈവം അത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മാർപ്പാപ്പയുടെ ഈ ഒരു മാസത്തെ പ്രസംഗങ്ങളെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വലിയ ഒരു ചിന്തയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം എന്തിനൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അദ്ദേഹം സ്വീകരിച്ച പേരിനെ പറ്റി ഞാൻ പറഞ്ഞു. ലയോ എന്ന പേര് 13 ലയോ മാർപ്പാപ്പമാർ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു. അതിൽ പ്രസിദ്ധരായ മഹാനായ ലയോ മാർപ്പാപ്പയെപ്പറ്റി ഞാൻ പറഞ്ഞു. 13 ലയോൺ മാർപ്പാപ്പയെപ്പറ്റി ഞാൻ പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട മാർപ്പാപ്പമാരാണ്. പിന്നെ നമ്മൾ പറയുകയുണ്ടായി മിഷണറി ദൗത്യം. അദ്ദേഹം ഊന്നൽ കൊടുത്ത് പറഞ്ഞ 5 ആശയങ്ങൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. 5 കാര്യങ്ങൾ. അതിലൊന്ന് പാപങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പക്ഷം ചേരൽ തന്നെയാണ്. പെറുവിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ പാപങ്ങളോടെ താതാത്മ്യപ്പെട്ടാണ് ജീവിച്ചത് എന്ന് അവരെല്ലാം സാക്ഷ്യം പറഞ്ഞ കാര്യം ഞാൻ ഒരു എപ്പിസോഡിൽ ഇവിടെ സൂചിപ്പിച്ചത് തന്നെയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യം നമുക്കറിയാം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സംഭവം, ആധുനിക കാലത്തെ ഏറ്റവും വലിയ സഭാ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്നൊരു ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ. തൻ്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അദ്ദേഹത്തിൻ്റെ ആദ്യം ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണത്. ഞാൻ പഠിക്കാനും എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഇനിയും അത് സുവിശേഷത്തിൻ്റെ സന്തോഷം, അതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രണ്ടും വളരെയധികം പ്രാവശ്യം ഈ നാളുകളിലെ പ്രസംഗങ്ങളിൽ മാർപ്പാപ്പ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ കാര്യങ്ങളെല്ലാം. ഇന്ന് ഞാൻ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് സ്വാധീനിച്ച വ്യക്തികൾ, അത് നമുക്ക് പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് സഭാപിതാക്കന്മാർ നല്ല പഠനം അദ്ദേഹം സഭാ പാരമ്പര്യത്തിൽ നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് വളരെ ഒരു സന്യാസി എന്ന നിലയിൽ, അഗസ്റ്റീനിയൻ സന്യാസി എന്ന നിലയിൽ ഒക്കെ ചിന്തിക്കുമ്പോൾ ധാരാളം വായിക്കുകയും പഠിക്കുകയും ഒരു സമൂഹത്തെ നയിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്ത ആളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനിച്ച ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. മെയ് മാസം 8-ാം തീയതി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ നമുക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. അവിടെ മാർപ്പാപ്പ പറഞ്ഞു, ഞാനൊരു അഗസ്റ്റീനിയൻ സന്യാസിയാണ്, വിശുദ്ധ അഗസ്റ്റിൻ്റെ പുത്രനാണ്. അങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത്. അതുകൂടാതെ തുടർന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വചനമുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു ക്രൈസ്തവനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു മെത്രാനുമാണ്. 2 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. നമ്മൾ ഈ വാചകങ്ങളൊക്കെ അത് വളരെ ചുരുങ്ങിയ വളരെ ഹ്രസ്വമായ തൻ്റെ ഈ ആമുഖ പ്രസംഗത്തിലാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ പഠിക്കാനായിട്ട് അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചിത്രം നമുക്കെന്താണ്, സെൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരിക്കുന്നു. അഗസ്റ്റീനിയൻ സന്യാസി ആയതുകൊണ്ട് അത് സ്വാധീനിക്കാതിരിക്കാനും പറ്റില്ല. സഭയിൽ ജീവിച്ച ജീനിയസുകളിൽ ഒരാളാണ് സെൻറ്റ് അഗസ്റ്റിൻ. സഭയുടെ വിശ്വാസത്തെ സുന്ദരമായ ആദിമകാലത്ത് അവതരിപ്പിച്ച സഭാപിതാവാണ് സെൻറ്റ് അഗസ്റ്റിൻ. ആഗസ്തീനോസ് പുണ്യവാളൻ എന്ന് നമ്മൾ പറയുന്ന ആള്. അതുകൊണ്ട് തന്നെ മറ്റൊരവസരത്തിൽ നമുക്ക് നന്നായി ജീവിക്കാം. മാർപ്പാപ്പ പറഞ്ഞു, കാലം നല്ലതാകും
ഈ കാലം നമ്മൾ തന്നെയാണ്. ഒരു മനോഹരമായ വാചകമാണ് ഇത്, സെൻ്റ് അഗസ്റ്റിൻ്റെ വാചകമാണ്. നമുക്ക് നന്നായി നല്ലവരായി ജീവിക്കാം. നന്നായി ജീവിക്കാം എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം. നമുക്ക് നന്നായി ജീവിക്കാം. കാലം നല്ലതാകും. കാലം നമ്മളാണ്, ഈ കാലം ജീവിക്കുന്നത് നമ്മളാണ്. നമ്മളെ ആശ്രയിച്ചാണ് ഈ കാലങ്ങളൊക്കെ നല്ലതോ ചീത്തയോ ആകുന്നത്. സെൻ്റ് അഗസ്റ്റിൻ്റെ വചനമാണ്, അതും മാർപ്പാപ്പ ഉദ്ധരിച്ചതാണ്. അപ്പം മാർപ്പാപ്പയുടെ മുദ്രാവാക്യം തന്നെ എടുത്തേ, അത് നമ്മൾ ചിന്തിക്കണം. ഓരോ മാർപ്പാപ്പമാർക്കും ഒരു മുദ്രാവാക്യമുണ്ട്. മെത്രാനായപ്പോൾ തിരഞ്ഞെടുത്തതായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തത് കരുണ തോന്നി അവൻ എന്നെ വിളിച്ചു എന്നതാണ്. മത്തായിയെ വിളിച്ചതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തത്. കരുണ തോന്നി, ദൈവത്തിൻ്റെ കരുണയാണ് ഞാൻ, അവനെന്നെ വിളിച്ചു, അവൻ എന്നെ ഇത്രത്തോളം ഉയർത്തി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്നു, എന്താണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം? സെൻ്റ് അഗസ്റ്റിൽ നിന്നാണ് അതും എടുത്തിരിക്കുന്നത്. അതിതാണ്, അവൻ ഒരുവനും നാം പലരും എന്നല്ല. അവൻ ഒരുവൻ, ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പറ്റി അവൻ ഒരുവൻ, നമ്മൾ പലരും എന്നല്ല. പക്ഷെ നോക്കിക്കോണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു അജപാലന ശൈലി തൻ്റെ പൊന്റിഫിക്കേറ്റ് കാലത്തുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഇതാണ്, നാം ഏകനായ, നമ്മളെപ്പറ്റി പറയാം, നാം ഏകനായ അവനിൽ ഒന്നാണ്. ഏകനായ അവനിൽ നമ്മൾ പലതാണെന്നല്ല, ഏകനായ അവനിൽ നാം ഒന്നാണ്. ഇതാണ് മാർപ്പാപ്പയുടെ മുദ്രാവാക്യം. അപ്പോൾ എല്ലാവരെയും ആ കൂട്ടായ്മ, സാഹോദര്യം, ഐക്യം, ഇതൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഇത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാപ്പയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. കർദിനാളന്മാർ തിരഞ്ഞെടുത്തത് അധികം ഒരു അറിയാതിരുന്ന ഒരു കർദിനാളാണ്. നമ്മളൊന്നും അധികം കേട്ടിരുന്നില്ല, ലോകം മുഴുവനും കേട്ടിരുന്നില്ല. ഒരാശ്ചര്യത്തോടെയാണ്, മീഡിയ എല്ലാം പറഞ്ഞിടത്തൊന്നും അദ്ദേഹം എത്തുന്നില്ലായിരുന്നു, വന്നിട്ടില്ല. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഒരു പാപ്പയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇനിയും നമുക്ക് സെൻ്റ് അഗസ്റ്റിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും നമുക്ക് കേൾക്കാനിടയാകും എന്ന കാര്യം സന്തോഷത്തോടെ ഓർക്കാം. മെയ് 9 ഞാൻ പറഞ്ഞതല്ല, ആദ്യ ദിവസങ്ങളിലെ പ്രസംഗങ്ങളെക്കുറിച്ച് വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. മെയ് 9 കർദിനാൾമാരോടൊപ്പം അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ലയോ മാർപ്പാപ്പ അന്ത്യോക്യയിലെ രക്തസാക്ഷിയായ, നമുക്കറിയാം, അന്ത്യോക്യയിലെ രക്തസാക്ഷിയായ വിശുദ്ധ ഇഗ്നേഷ്യസിനെ അനുസ്മരിച്ചു. പ്രസിദ്ധനായ സഭാപിതാവാണ് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്. ആ ഇഗ്നേഷ്യസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് പ്രസംഗിച്ചത്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഇഗ്നേഷ്യസ് എഴുതിയ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ആണ് മാർപ്പാപ്പ ഉദ്ധരിച്ചത്, അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്നാണ്. അത് ഇതാണ്, സാർവത്രിക സഭയുടെ മേൽ സ്നേഹത്തിലുള്ള അധ്യക്ഷ പദമാണ് പത്രോസിൻ്റെ പിൻഗാമിയുടേത് എന്നായിരുന്നു ആ ഉദ്ധരണി. പത്രോസ് ആരാണ്? പത്രോസ് ഒരു വലിയൊരു അധികാരപ്രമത്തതയുടെ മനുഷ്യനായിട്ടല്ല, അദ്ദേഹം ആരാണ് എന്ന് വ്യക്തമായി, താൻ ആരാണ് എന്നും വ്യക്തമായി പറയുന്ന വാക്കാണ്. സാർവത്രിക സഭയുടെ മേൽ, മുഴുവൻ സഭയുടെ മേലും സ്നേഹത്തിലുള്ള അധ്യക്ഷ പദം വഹിക്കുന്നവനാണ്. അവിടെയാണ് നമ്മുടെ പ്രത്യേകത, നമ്മുടെ അധികാരത്തിൻ്റെ തന്നെ പ്രത്യേകത അതാണ്. അത് മാർപ്പാപ്പ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തന്നെപ്പറ്റി പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈ വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇഗ്നേഷ്യസിനെ പീഡകർ അയച്ച വന്യമൃഗങ്ങൾ കൊന്നു തിന്നുകയായിരുന്നു. വന്യമൃഗങ്ങളുടെ ഇടയിലേക്കാണ് ഇഗ്നേഷ്യസിനെ അയച്ചത്. വന്യമൃഗങ്ങൾ കൊന്നാണ് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നത്. ആ ഉത്തരന് ഇഗ്നേഷ്യസിനെ പീഡകർ അയച്ച വന്യമൃഗങ്ങൾ കൊന്നു തിന്നുകയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. അധികാരത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന സ്വയം ശൂന്യമാകലിനെ ഇത്തരം മരണവുമായി മാർപ്പാപ്പ താരതമ്യപ്പെടുത്തുകയാണ്. അധികാരം എന്താണ്? സ്വയം ശൂന്യവൽക്കരിക്കാൻ, ഇല്ലാതാക്കാൻ
അത് മറ്റുള്ളവർക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി. അതാണ് ഈശോ പറഞ്ഞത്. ഈശോ തന്നെ കുരിശുമരണത്തോളം സ്വയം താഴ്ത്തി. പൗലോസ്ലീഹായുടെ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ സുന്ദരമായ ഒരു വചനമാണ്. കുരിശുമരണത്തിലൂടെ തന്നെ അത്രയും താഴ്ത്തി, ഒരു എളിമ അടിമയെ പോലെ താഴ്ത്തി. അതിനാൽ പിതാവായ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം അവന് നൽകി, മഹത്വം നൽകി. ഈ ഒരു ഐഡിയയിലാണ് നാം ക്രൈസ്തവർ ജീവിക്കേണ്ടത് എന്നതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിൻ്റെ രക്തസാക്ഷിയാണ് ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്നത്. മഹാനായ വിശുദ്ധ ഗ്രിഗോറിയോസ് മാർപ്പാപ്പയെയും അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. പൗരസ്ത്യ ഗുരുക്കന്മാരും വിശുദ്ധരുമായ വിശുദ്ധ അപ്രേം മൽപ്പാൻ, സീറോ മലബാർ സഭയ്ക്ക്, കാൾഡിയൻ സഭയ്ക്കൊക്കെ വളരെ പ്രസിദ്ധനാണ് അപ്രേമിൻ്റെ ഗാനങ്ങളിലൂടെ വിശ്വാസം അവതരിപ്പിച്ച ഒരു വിശുദ്ധനാണ്. അതെല്ലാം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നുണ്ട്. നിനിവയിലെ വിശുദ്ധ ഇസഹാക്ക്, നവദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ സിമയോൻ എന്നിവരെ എല്ലാം കിഴക്കൻ സഭകളോട് സംസാരിച്ചപ്പോൾ ലയോ മാർപ്പാപ്പ പരാമർശിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, മാർപ്പാപ്പ, ഞാനതും ഒരു എപ്പിസോഡിൽ അവതരിപ്പിച്ച വിഷയം തന്നെയാണ്. ഈ മഹാജൂബിലിയോടനുബന്ധിച്ച് പൗരസ്ത്യ സഭകളുടെ വലിയ ഒരു ജൂബിലി സമ്മേളനമുണ്ടായിരുന്നു. എല്ലാ സഭകളിൽ നിന്നുമുള്ള പിതാക്കന്മാരവിടെ ഒന്നിച്ചുകൂടിയിരുന്നു. അതിൻ്റെ തലവന്മാർ പ്രത്യേകിച്ച് ഒന്നിച്ചുകൂടിയിരുന്നു. അവരോട് സംസാരിക്കുകയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്ഥാനാരോഹണ ദിവസം പറഞ്ഞ അതേ വാചകം തന്നെ, സഭാഐക്യം, എല്ലാവരും തമ്മിലുള്ളൊരു ഐക്യം, എക്കുമെനീസം ഒരു വലിയ കാര്യമായി പരിശുദ്ധ പിതാവും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വലിയ ഒരു മാതൃകയാണ്. പൗരസ്ത്യ സഭകൾ 23 പൗരസ്ത്യ സഭകളുണ്ട്. നമ്മുടെ കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് 24 സഭകളുടെ ഒരു കൂട്ടായ്മയാണ്. ഏറ്റവും വലുത് പാശ്ചാത്യ സഭയാണ്, ലാറ്റിൻ സഭയാണ്. ലാറ്റിൻ കാത്തലിക്കാണ് ഏറ്റവും കൂടുതലുള്ളത് ലോകത്തിൽ. അതുപോലെയാണ് സീറോ മലബാർ സഭ. മറ്റൊരു പൈതൃകവും പാരമ്പര്യവും ലിറ്റർജിയും സംസ്കാരവും പുലർത്തുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിലുണ്ട് സീറോ മലബാർ. സീറോ മലങ്കര മറ്റൊരു കൂട്ടായ്മയാണ്. അങ്ങനെയുള്ള 24 സഭകളുടെ, വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം തലവനാണ് പരിശുദ്ധ പിതാവ്. അതുകൊണ്ടാണ് താൻ സ്നേഹത്തിൽ അധ്യക്ഷനായിരിക്കുന്നു. ഇവിടെ എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന മഹത്തായ ഒരു ദൗത്യമാണ് പത്രോസിൻ്റെ പിൻഗാമിക്ക് ഉള്ളത് എന്ന് ഏറ്റുപറയുന്ന ഒരു മാർപ്പാപ്പയാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം വലിയ പ്രതീക്ഷ തരുന്ന കാര്യമാണ് മറ്റുള്ളവർ എല്ലാവർക്കും എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ മാർപ്പാപ്പ അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് പല പ്രസംഗങ്ങളിലും. നമുക്കറിയാം, വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പയും ഈ പിതാവ് ഒത്തിരി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാര്, മാർപ്പാപ്പമാര് മാതാവിനോടുള്ള ഭക്തിയിൽ അങ്ങേയറ്റം മാതൃകയായാണ് നിൽക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തെ അവൾ രക്ഷാകര ദൗത്യത്തിൽ വഹിച്ച അത്ഭുതകരമായ ആ ദൗത്യത്തെ ഓർത്തുകൊണ്ടാണ് എല്ലാ മാർപ്പാപ്പമാരും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു റോമാക്കാരുടെ രക്ഷക എന്നറിയപ്പെടുന്ന മരിയ മജോരെ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ ദേവാലയം, വത്തിക്കാനിലെ ബസിലിക്ക. ആ ബസിലിക്കായിൽ എപ്പോഴും പോവുക, പ്രത്യേകിച്ച് വിദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയി പൂക്കൾ അർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുക, എല്ലാം മംഗളകരമായി തീരാൻ. തിരിച്ചു വരുമ്പോൾ നന്ദി പ്രകാശനമായി പൂക്കൾ അർപ്പിക്കുന്ന ഒരു പതിവ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ബൊക്കകൾ അവിടെ കൊണ്ടുപോയി മാതാവിന് സമർപ്പിക്കുന്ന രീതി, അതൊരു ഭക്തിയാണ് കാണിക്കുന്നത്. അവിടെ തന്നെ എന്നെ അടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെയാണല്ലോ മാതാവിൻ്റെ ആ വലിയ അതിൻ്റെ അകത്തുള്ള കപ്പേള, ദേവാലയത്തിനകത്തുള്ളൊരു ചെറിയ കപ്പേളയാണ്
മനോഹരമായ ആ ചിത്രമുള്ളത്. അവിടെയാണ് അടക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പണ്ട് ക്രിസ്ത്യാനികളെ അടക്കിയിരുന്ന ഒരു കുന്നായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. പാവങ്ങളെ, ദരിദ്രരെ, അടിമകളെ ഒക്കെ അടക്കിയിരുന്ന അവരോടുള്ള ഒരു ഐക്യദാർഢ്യം പോലും അതുവഴി കാണിക്കുന്നുണ്ട് മാർപ്പാപ്പ. അതും നമുക്ക് ചിന്തനീയമാണ്. അപ്പം മാതാവിനോടുള്ള ഭക്തി നിർബന്ധമായി പിടിച്ചിരുന്നു. ഇവിടെയും നമ്മുടെ ലയോ 14 മാർപ്പാപ്പയും തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, ചെറിയ പ്രസംഗത്തിൽ, ബാൽക്കണിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് വൈകുന്നേരം ബാൽക്കണിയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നന്മ നിറഞ്ഞ മറിയം കൂട്ടിച്ചേർത്തു. എല്ലാവരെയും കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു. അത് വലിയ ഒരു ചിന്തയാണ്. മാതാവിനോടുള്ള ആ ഭക്തി അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. കത്തോലിക്കർ തീവ്രമായി മാതാവിനോട് പ്രാർത്ഥിക്കണം. മാതാവിനെ കുറ്റം പറയുന്ന, എതിർക്കുന്ന, തള്ളിക്കളയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കത്തോലിക്ക സ്പിരിറ്റിൽ, യഥാർത്ഥ ബൈബിൾ ചൈതന്യത്തിൽ നാം വായിക്കുമ്പോൾ മാതാവിനോടുള്ള പുത്രസഹജമായ ഒരു ഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പ അത് എടുത്തു കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഓർക്കണം. മാർപ്പാപ്പ അത് ആദ്യം തന്നെ വെളിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, മാർപ്പാപ്പ തിരഞ്ഞെടുത്തതിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ മരിയ മജോരയിലേക്കല്ല പോയത്, മറ്റൊരു മരിയൻ ദേവാലയത്തിലേക്കാണ്. അദ്ദേഹം അവിടെ പലപ്പോഴും പോയിട്ടുള്ളതാണ്. അഗസ്റ്റീനിയൻ സഭക്കാർ നടത്തുന്ന ഒരു ദേവാലയമാണത്. അതിന് പറയുന്നത്, സ്ഥലം നമുക്കറിയാം, ഗനസാനോയാണ്. ഇറ്റലിയിലെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ വണങ്ങപ്പെടുന്നത് സദുപദേശ മാതാവിൻ്റെ ദേവാലയമാണ്. സദുപദേശത്തിൻ്റെ മാതാവ്. മെയ് 10 ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ മാർപ്പാപ്പ ഈ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. വത്തിക്കാനിൽ നിന്ന് ആദ്യമായി പുറത്തു പോകുന്നത് ഈ ദേവാലയത്തിലേക്കാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. തിരിച്ചു വന്നപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിലും മരിയ മജോരയിലും മാതാവിൻ്റെ ദേവാലയത്തിലും പോയി മാർപ്പാപ്പ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട സൂചനയാണ് തരുന്നത്. അൽബേനിയയിലെ സ്കോഡറിൽ നിന്ന് കൊണ്ടുവന്ന കന്യകാമാതാവിൻ്റെ ഒരു പ്രാചീന ചിത്രമാണ് ഈ ആലയത്തിൽ വണങ്ങുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഗനസാനോയിലെ ഈ സദുപദേശത്തിൻ്റെ മാതാവ്, നമ്മൾ പറയില്ല ഉപദേശം തരുന്ന, നമ്മൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം തരുന്ന മാതാവ് എന്ന് ലുത്തിനിയയിൽ നമ്മൾ ചെല്ലുന്നതാണ്. ആ മാതാവിനെയാണ് അവിടെ വണങ്ങുന്നത്. അവിടെ മാർപ്പാപ്പ പോയി. ലയോ 13 മാർപ്പാപ്പ ഏറെ സ്നേഹിച്ച ഒരു ചിത്രമാണിത്. വീണ്ടും നോക്കിയ ലയോൺ മാർപ്പാപ്പയുമായുള്ള ബന്ധം, അതൊക്കെ ഇത് നമ്മുടെ മാർപ്പാപ്പയുടെ മനസ്സിലുണ്ട്. ഒരിക്കലും ഈ ദേവാലയം സന്ദർശിക്കാൻ ലയോ 13 മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം വണങ്ങിയിരുന്ന ഒരു ചിത്രമാണിത്. 1903 അദ്ദേഹം ഇതിനെ മൈനർ ബെസിലിക്കയായി ഉയർത്തി. 13 ലയോൺ മാർപ്പാപ്പയാണ്. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ 1959 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 1993 ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ മാർപ്പാപ്പ ഏറ്റവും ആദ്യമായി പോയത് ഈ ദേവാലയത്തിലേക്കാണ്. അത് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ വളരണം എന്ന പാഠമാണ് നമുക്ക് തരുന്നത്. ലയോ 14 മാർപ്പാപ്പ കർദിനാളായിരിക്കെ 2024 ഏപ്രിൽ 25 ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചിട്ടുണ്ട്. കർദിനാളായി 23 കർദിനാളായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 24 അർപ്പിച്ചിട്ടുണ്ട്. തദവസരത്തിലെ പ്രസംഗത്തിൽ അന്നത്തെ കർദിനാൾ പ്രവോസ്റ്റ്, അതായത് ഇതിൻ്റെ പേരങ്ങനെയാണല്ലോ, കന്യകാമറിയത്തോടുള്ള തൻ്റെ ഭക്തി എടുത്തു പറയുകയും ലോകത്ത് സമാധാനവും അനുരഞ്ജനവും വ്യാപിപ്പിക്കാൻ മറിയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം അവിടെ കൂടിയ വിശ്വാസികളോട് പറയുകയുണ്ടായി. അപ്പോൾ ഇതൊന്ന് പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സന്ദർശിക്കുന്നത്? ലോകത്ത് സമാധാനം വേണം. ലോകത്ത് സമാധാനമുണ്ടാക്കാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയായ മറിയത്തിനാണ് സാധിക്കുന്നത്. ലോകത്തെ പ്രത്യക്ഷപ്പെട്ട എല്ലാ അവസരങ്ങളിലും, ഫാത്തിമയിലൊക്കെ
മാതാവ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴും യുക്രൈൻ റഷ്യൻ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ വിളിച്ചുകൂട്ടിയത്, പ്രത്യേകിച്ച് നമുക്ക് ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള എല്ലാ യുദ്ധങ്ങളുടെയും സമയത്ത് മാതാവിനോട് പ്രാർത്ഥിക്കാനായിട്ടും ജാഗരണ പ്രാർത്ഥന നടത്താനും കൂടെ കൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മളിവിടെ ഓർക്കണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനമുണ്ടാകുന്നതിന്, ലോകത്തെ അനുരഞ്ജനമുണ്ടാകുന്നതിന്, ആളുകൾ തമ്മിൽ കുടുംബത്തിൽ സ്നേഹമുണ്ടാകുന്നതിന്, വഴക്കുകൾ ഇല്ലാതാകുന്നതിന് എല്ലാം മാതാവിനോടുള്ള ഭക്തി പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മാർപ്പാപ്പയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകൾ ആ ദേവാലയത്തിൽ, ചെറിയ ദേവാലയമാണ്, ബസിലിക്കയാണ്, വലിയ പരസ്യം ചെയ്യാതെയാണല്ലോ മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ പോകുന്ന ഔദ്യോഗികമായിട്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി, ഒരു പ്രാമുഖ്യം നമുക്ക് തരികയാണ്. അവിടെ പോകുന്ന വഴിക്ക് എല്ലാ ആളുകളെല്ലാം അദ്ദേഹത്തെ വലിയ ആവേശത്തോടെ ആരവത്തോടെ സ്വാഗതം ചെയ്തു എന്നാണ് നമ്മൾ പാടുന്നത്. അവരെല്ലാവരും ലയോ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ദേവാലയത്തിൽ പ്രവേശിച്ച മാർപ്പാപ്പ അഗസ്തീനിയൻ സന്യാസിമാരെ അഭിവാദനം ചെയ്യുകയുണ്ടായി. ആദ്യം അൾത്താരയ്ക്ക് മുന്നിലും തുടർന്ന് മാതാവിൻ്റെ ചിത്രത്തിന് മുന്നിലും മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. അവിടെ സന്നിഹിതരായിരുന്നവരോടൊപ്പം സദുപദേശ മാതാവിനോടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥന അദ്ദേഹം ചൊല്ലി. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്കും പരിശുദ്ധ രാജ്ഞി എന്ന ആ പാട്ടായി പാടിയതിന് ശേഷം മാർപ്പാപ്പ ദേവാലയത്തിലുണ്ടായിരുന്നവരെയും പുറത്ത് തടിച്ചുകൂടിയ ഗനസാനോയിലെ ജനങ്ങളെയും അഭിവാദനം ചെയ്യുകയുണ്ടായി. മാർപ്പാപ്പ പറഞ്ഞു, പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ സഭ എന്നെ പരമേൽപ്പിച്ച പുതിയ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഈ ആദ്യ ദിവസങ്ങളിൽ മൂന്നാം ദിവസമാണ് ഇവിടെ വരണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്ന് അവരോട് പറഞ്ഞു. അഗസ്തീനിയൻ സഭയുടെ പ്രിയോർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ നൽകിയ വാഗ്ദാനം ഓർമ്മിച്ചുകൊണ്ട് ലയോ 14 മാർപ്പാപ്പ സദുപദേശ മാതാവിനുള്ള വിശ്വാസം കാനായിലെ കല്യാണത്തിൽ ഭൃത്യന്മാരോട് അവൻ പറഞ്ഞതുപോലെ ചെയ്യൂ എന്ന മാതാവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആവർത്തിക്കുകയുണ്ടായി. അവിടെ അവരോട് പറഞ്ഞത് അതാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാവിനോടുള്ള മാർപ്പാപ്പയുടെ പ്രത്യേകമായ ആ സ്നേഹം, ആ ഭക്തി നമുക്കും അതുണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ഈ 2 എപ്പിസോഡിലായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മാർപ്പാപ്പയുടെ ആദ്യകാല ചെയ്തികളുടെ വെളിച്ചത്തിലുള്ള, പൂർണ്ണമല്ല ഇത്, നമുക്കിനിയും കൂടുതൽ അവതരിപ്പിക്കാൻ സമയം കിട്ടും. മാർപ്പാപ്പയെപ്പറ്റി, മാർപ്പാപ്പയുടെ സ്വപ്നത്തെപ്പറ്റി, ആദർശത്തെപ്പറ്റി, മാർപ്പാപ്പ പോകാൻ ആഗ്രഹിക്കുന്ന ദിശയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സബലീകരിക്കപ്പെടുന്നതിന്, കൂടുതൽ നന്മ സഭയ്ക്കുണ്ടാകുന്നതിന്, അദ്ദേഹത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി, മഹത്വം.